ഒരു കുടുംബത്തിലെ 3 പേർ അസുഖബാധിതരായതിനെ തുടർന്ന് സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് പുന്നേക്കാട് നിന്ന് കാണുവാനുള്ളത്. ജീവിതം തന്നെ ഒരു പോരാട്ടമായി മാറിയ പുന്നേക്കാടുള്ള ഈ കുടുംബത്തെ സഹായിക്കേണ്ടത് സമൂഹത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വമാണ്. 3 പേർ അസുഖബാധിതരായതിനു പിന്നാലെ സ്വന്തമായി ഉണ്ടായിരുന്ന പണി പൂർത്തിയാകാത്ത വീട് ജപ്തി ഭീഷണിയിലുമാണ്. ജീവിതം തന്നെ ഒരു പോരാട്ടമായി മാറിയ പുന്നേക്കാടുള്ള ഒരു കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. കുടുംബത്തിന് നെടുന്തൂണായി നിൽക്കേണ്ടവരെല്ലാം കിടപ്പ് രോഗികളായി മാറിയിരിക്കുകയാണിവിടെ. കീരമ്പാറ പഞ്ചായത്ത് 3-ാം വാർഡിൽ താമസിക്കുന്ന പുന്നേക്കാട് സ്വദേശി മംഗലത്ത് സജി കുര്യാക്കോസ്, ഭാര്യ മിനി ചാക്കോ, ഇവരുടെ 2 പെൺമക്കൾ എന്നിവരടങ്ങുന്ന കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നത്. ക്യാൻസറിന്റെ 4-ാം ഘട്ടത്തിൽ ചികിത്സ തുടരുന്ന ഒരു വീട്ടമ്മയാണ് മിനി. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഭർത്താവ് സജിക്ക് പ്രമേഹം കൂടി കിടപ്പിലായതോടെ പണിക്ക് പോകാനാവുന്നില്ല. 2 പെൺമക്കളാണ് ഇവർക്ക്. മൂത്ത മകൾ 100% വൈകല്യമുള്ളവൾ. 2ാമത്തെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരുടെ ഭാവിയും ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പണി പൂർത്തിയാകാത്ത വീട് ജപ്തി ഭീഷണിയിലാണ്. ബാങ്കുകാർ വന്ന് ജപ്തി നോട്ടീസ് പതിച്ചിരിക്കുന്നു. ഏതു നിമിഷവും വീട്ടിൽ നിന്നിറങ്ങേണ്ട അവസ്ഥയാണ്. 2 വർഷമായി ക്യാൻസറിനോട് പോരാടുകയാണ് മിനി. ഇപ്പോൾ രോഗം 4-ാം ഘട്ടത്തിലാണ്. 8 കീമോ ചികിത്സകൾ ഇതിനകം പൂർത്തിയാക്കി. ഇനി രക്ഷയ്ക്കായി ശസ്ത്രക്രിയ അനിവാര്യമാണ്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 6.5 ലക്ഷം രൂപ കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല. ഒരു മാസം മാത്രം മരുന്നുകൾക്ക് 6000 രൂപ ചെലവാകുമ്പോഴാണ് ബാങ്കിന്റെ ജപ്തി ഭീഷണിയും. ഞങ്ങൾക്ക് സഹായം വേണം. ഇനി എന്തു ചെയ്യണമെന്നറിയില്ല. ഏത് നിമിഷവും ബാങ്കുകാർ വീട്ടിൽ നിന്ന് ഇറക്കിവിടും, സജി പറയുന്നു. എനിക്ക് എൻ്റെ കാലിന് ഷുഗർ വന്ന് ബാധിച്ച് ഇങ്ങനെ എനിക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിവിടെ ഇരിപ്പാണ്. എൻ്റെ ഭാര്യയ്ക്ക് അർബുദം ബാധിച്ച് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മൂത്ത കൊച്ചിന് ജന്മനാൽ 100% വികലാംഗിയാണ്. അതിൻ്റെ കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കണം. മൂത്ത കൊച്ച് 10ൽ പഠിക്കുന്നു. ഇളയ കൊച്ച് എൻ്റെ ഇളയ മോള് 10ൽ പഠിക്കുന്നു. ഇതുകൂടാണ്ട് എൻ്റെ സ്ഥലം ഞങ്ങൾ കേരള ബാങ്കിൽ കീരമ്പാറ പണയം വെച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് പണയം വെച്ചത്. ഈ അസുഖം കാരണം ഞങ്ങൾക്ക് ആ ബാങ്കിൽ അതിൻ്റെ പലിശയും മുതലും ഗഡുക്കളായി അടയ്ക്കാൻ സാധിച്ചില്ല. ഞങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ല. എങ്ങനെയെങ്കിലും ജപ്തിനോട് ഭീഷണിയും ഫോണികളെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ജപ്തി നോട്ടീസ് 2026 ഫെബ്രുവരി 25 കൂടി വീട്ടിൽ ഫ്രണ്ടിൽ പതിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് ഇന്നലെ വരെ ഞങ്ങൾ വിളിച്ചു, ബാങ്കിൽ നിന്ന് ഭീഷണിപ്പെടുത്തി. എത്രയും പെട്ടെന്ന് പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിന് മുമ്പ് ഇറങ്ങിക്കോളെന്നാണ് പറഞ്ഞേക്കണേ. ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഈ കുടുംബത്തിന് നമ്മുടെ കരുതലും കരുണയും ആവശ്യമാണ്. സഹായിക്കാൻ മനസ്സുള്ളവർ സഹായഹസ്തം നീട്ടുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷയും. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.